അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ശിവാഗോ തോമസ്. ധാരണപ്രകാരം ബെസ്റ്റിൻ ചേറ്റൂർ രാജിവെച്ച സ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ശിവാഗോ തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷത്തിലെ ധാരണപ്രകാരം ബെസ്റ്റിൻ ചേറ്റൂർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. CPI അംഗമായ ശിവാഗോ തോമസ് ആയവന ഡിവിഷൻ മെമ്പറാണ്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ധാരണപ്രകാരം ശിവാഗോ തോമസിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്രാവശ്യവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാര്യത്തിൽ ഇവിടെ പ്രത്യേകിച്ചും LDF-മായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി LDF-ന് കൊടുക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അതൊക്കെ വളരെ സന്തോഷത്തോടെ ധാരണയുടെ തന്നെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുകയും അത്തരത്തിൽ ഉള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇവിടെ വിവാദമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാറില്ല എന്നുള്ളത് അത് പൊതുസമൂഹത്തിനൊരു മാതൃകയാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തീർച്ചയായും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങളുള്ളതാണ്. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തൊട്ടിപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ശ്രീ ബെസ്റ്റിൻ ചേറ്റൂർ, അതിനു മുമ്പ് ഇരുന്ന റിയാസ് ഖാൻ ഒക്കെ തന്നെ പ്രസിഡന്റും ഭരണസമിതിയുമായി എപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുകയും നല്ല രീതിയിൽ സഹകരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണ് 2 ആശുപത്രികളുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ മുന്നിൽ നിന്നുകൊണ്ട് എപ്പോഴും ക്ഷേമ പ്രവർത്തനത്തോടൊപ്പം നിൽക്കുന്ന സമീപനവും ഈ ഭരണസമിതിയെയും നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളെയും ശക്തിപ്പെടുത്തുന്ന നിലപാടുകളുമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് വലിയ സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭരണത്തിലെ ധാരണപ്രകാരം ആദ്യ 1.5 വർഷം CPIM-ന്റെ പായപ്പുഴ ഡിവിഷൻ മെമ്പറായ റിയാസ് ഖാനും തുടർന്നുള്ള 1 വർഷം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആരക്കുഴ ഡിവിഷൻ അംഗം ബെസ്റ്റിൻ ചേറ്റൂരും ബാക്കിയുള്ള 1.5 വർഷം CPI ആയവന ഡിവിഷൻ അംഗമായ ശിവാഗോ തോമസ് എന്നുമായിരുന്നു ധാരണ. RDO അനി PN വരണാധികാരിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്ത ശിവാഗോ തോമസിനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും CPI അംഗങ്ങളും ചേർന്ന് ഹാരമണിയിച്ച് സ്വീകരിച്ചു. ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായി ഞാൻ കാലുകുത്തിയ സമയം തൊട്ട് ഈ സമയം വരെ വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ പെരുമാറ്റം ഞാൻ ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. പാർട്ടിയാണ് എന്നെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥാനങ്ങളിൽ എന്നെ അലങ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം വളരെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടെ പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും പാർട്ടി തന്ന അവസരങ്ങളെ ഓരോന്നിനെയും നന്ദിയോടെ ഈ തരുണത്തിൽ ഓർക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവരോരോരുത്തരെയും ഇവരുടെ എല്ലാം ആഗ്രഹത്തിനൊത്തവിധം തന്നെ തീർച്ചയായിട്ടും കൂടിയ ആലോചനകളിലൂടെ പൊതുപ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാവും എന്ന് ഞാൻ അറിയിക്കുന്നു. 3 അംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇടതുപക്ഷത്തിന് 2ഉം UDF-ന് 1 അംഗവുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.